ഹോം പ്ലസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ജനുവരി മാസം മുതൽ LPG ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിയേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. വീടുകളിലെ പാചകത്തിന് ഗ്യാസ് സിലിണ്ടറുകൾ ഇപ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. രാജ്യത്തെ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ പാചകത്തിന് LPG സിലിണ്ടറുകളെയാണ് ആശ്രയിക്കുന്നത്. അതിനാൽ തന്നെ ഗ്യാസ് വില വർധനയും വില കുറയലും സിലിണ്ടർ ബുക്കിംഗിലെ മാറ്റവുമെല്ലാം ജനങ്ങളെ വലിയ തോതിൽ തന്നെ ബാധിക്കുന്ന ഒന്നായിരിക്കും. പൊതുവെ എല്ലാ മാസവും 1-ാം തീയതിയാണ് LPG ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ എണ്ണ വിതരണ കമ്പനികൾ പുനഃപരിശോധന നടത്താറുള്ളത്. ജനുവരി 1-നും പാചകവാതക സിലിണ്ടർ വില കുറച്ചിട്ടുണ്ട്. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയാണ് കുറച്ചിരിക്കുന്നത്. 19 കിലോഗ്രാം വരുന്ന LPG സിലിണ്ടറിന് 4.5 രൂപയുടെ കുറവാണ് എണ്ണ കമ്പനികൾ വരുത്തിയിരിക്കുന്നത്. കുറവ് 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നുകഴിഞ്ഞു. 1756 രൂപ മുതൽ 1925 രൂപ വരെ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് ഇന്നു മുതൽ വരുന്നതാണ്. അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാം തൂക്കമുള്ള ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. മറ്റൊരറിയിപ്പ്, ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നവർക്ക് പുതിയ അറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഭാരത് പെട്രോളിയത്തിന്റെ ഭാരത് ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനായി പുതിയ ഫോൺ നമ്പറുകളാണ് നൽകിയിരിക്കുന്നത്. പുതിയ അറിയിപ്പ് പ്രകാരം ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗിനായി 77 15 01 2345 എന്ന നമ്പറിലോ 77 18 01 2345 എന്ന നമ്പറിലോ വിളിച്ച് ഭാരത് ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ 2 നമ്പറുകളും 5 വർഷം മുൻപേ ഭാരത് ഗ്യാസ് അവതരിപ്പിച്ചിരുന്നതാണ്. എന്നാൽ ഉപഭോക്താക്കൾ സിലിണ്ടർ ബുക്കിംഗിനായി ഇപ്പോഴും പ്രവർത്തനരഹിതമായിട്ടുള്ള 94 46 25 67 89 എന്ന IVRS നമ്പറിൽ പലരും ബുക്കിംഗിനായി ഡയൽ ചെയ്യുന്നുണ്ട്. ഈ നമ്പറിൽ വിളിക്കരുതെന്നും നേരത്തെ നൽകിയ 2 നമ്പറുകൾ സിലിണ്ടർ ബുക്കിംഗിനായി ഉപയോഗിക്കണമെന്നുമാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. 3-ാമത്തെ അറിയിപ്പ്, പാചകവാതക സിലിണ്ടറുകളുടെ വിതരണത്തിൽ പല ഏജൻസികളും തട്ടിപ്പ് കാണിക്കുന്നതായി പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉപഭോക്താവിനോട് വാങ്ങുന്ന വിലയിലും തൂക്കത്തിലുമാണ് തട്ടിപ്പുകൾ കാണിക്കുന്നത്. ഇതിനെതിരായി ഏജൻസി ഓഫീസുകളിൽ പരിശോധനകളും നടപടികളും കഴിഞ്ഞ മാസത്തിൽ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് കളക്ടർ അംഗീകരിച്ച ദൂരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഡെലിവറി നിരക്കുകൾ ഗ്യാസ് ഏജൻസി ഓഫീസുകളിൽ ഉപഭോക്താക്കൾ കാണത്തക്ക സ്ഥലത്ത് പ്രദർശിപ്പിക്കുക, ബില്ലിൽ കാണിച്ചിരിക്കുന്ന തുക മാത്രം ഈടാക്കുക, ഡെലിവറി ചെയ്യുന്ന വാഹനങ്ങളിൽ സിലിണ്ടർ തൂക്കുന്ന ത്രാസ് നിർബന്ധമായും ഉണ്ടായിരിക്കുക, റീഫിൽ സിലിണ്ടർ കൃത്യമായി നൽകുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഗ്യാസ് ഏജൻസി ഓഫീസുകൾക്ക് ഇപ്പോൾ കർശനമായി നൽകിയിരിക്കുന്നത്. ഗ്യാസ് ഏജൻസികളുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ വിതരണം ചെയ്യുന്ന സിലിണ്ടറുകൾക്ക് ഡെലിവറി ചാർജ് ഈടാക്കുവാൻ പാടില്ല. 5 കിലോമീറ്ററിലധികം ദൂരമുള്ള വീടുകളിൽ സിലിണ്ടർ വിതരണം ചെയ്യുമ്പോൾ ബില്ലിൽ തുക രേഖപ്പെടുത്തി വേണം ഡെലിവറി ചാർജ് വാങ്ങുവാൻ. ഈ നിർദ്ദേശങ്ങൾ ഏജൻസി ജീവനക്കാർ ലംഘിക്കുകയാണെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 1800 425 4835 എന്ന നമ്പറിലേക്ക് പരാതിയായി പൊതുജനങ്ങൾക്ക് അറിയിക്കാമെന്ന് ജോയിന്റ് കൺട്രോളർ അറിയിച്ചിട്ടുണ്ട്. ഇനി 4-മതായി, രാജ്യത്തെ ദുർബല വിഭാഗത്തിലെ സ്ത്രീകൾക്ക് വിറകടുപ്പ് ഒഴിവാക്കി ആരോഗ്യകരവും പുകയില്ലാത്തതുമായ LPG ഗ്യാസ് സ്റ്റൗ അടുപ്പുകളിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് കേന്ദ്ര സർക്കാർ ഉജ്ജ്വല യോജന പദ്ധതി ആരംഭിച്ചത്. ഉജ്ജ്വല യോജനയിൽ നേരത്തെ 200 രൂപ ആയിരുന്ന സിലിണ്ടർ സബ്സിഡി ഇപ്പോൾ 300 രൂപ ആക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ രാജ്യത്ത് 75 ലക്ഷത്തോളം പേരെ കൂടി ഉജ്ജ്വല യോജനയിൽ ചേർക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിന്റെ അപേക്ഷകൾ അടുത്തു തന്നെ വിളിക്കും. 2024 പൊതു തിരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ അപേക്ഷകൾ വിളിക്കും. നിലവിൽ 910 രൂപ വിലയുള്ള സിലിണ്ടർ വാങ്ങുമ്പോൾ 300 രൂപ സബ്സിഡിയായി ഉജ്ജ്വല യോജനയിലുള്ളവർക്ക് അക്കൗണ്ടിലേക്ക് തിരികെ ലഭിക്കും. ഫലത്തിൽ 600 രൂപയ്ക്ക് ഒരു സിലിണ്ടർ ലഭിക്കും. വർഷത്തിൽ 12 സിലിണ്ടറുകളാണ് ലഭിക്കുക. നിലവിൽ കണക്ഷൻ ഉള്ളവർക്ക് ഉജ്ജ്വല യോജനയിലേക്ക് മാറുവാൻ കഴിയില്ല. പുതുതായി കണക്ഷൻ എടുക്കുന്ന BPL വിഭാഗത്തിലുള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ കഴിയുക. അതിന്റെ വിവരങ്ങളും മറ്റും ഔദ്യോഗികമായി വരുമ്പോൾ തന്നെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. ഇതുപോലുള്ള എല്ലാ സർക്കാർ ആനുകൂല്യ പദ്ധതി അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.